മുരുക, ആണ്ടവനെ, വേലായുധ. എന്തോ? ഞാൻ കടവളത്താൻ കൂപ്പിട്ടെ ഇരുന്നാലും നീയും കവാ മുരുക. ഇന്നക്ക് കൃത്തികை കോയിലിലെ ദർശനത്തിക്ക് നിറയെ കൂട്ടം വരും. ആന അപ്പാ, അവർക്കിട്ട് തമിഴില് പൈസ വേണ്ട, മലയാളത്തിൽ പറഞ്ഞാ മതി. പുരിയല്ലേ? ഞാൻ അവർക്കിട്ട് എല്ലാം ചൊല്ലിട്ടെ, നീങ്ക ബാർബർ ഇല്ലേ, നായരാണെന്നൊക്കെ. അടക്കടവുളെ, ഇവള് ചൊന്നത് എല്ലാം ശരിതാൻ. ആന ഇങ്ക വന്നതുക്ക് അപ്പുറം താൻ ഞാനായത്. എനിക്ക് അന്നം തന്ന തൊഴിലിനെ ഞാൻ തള്ളിപ്പറയാൻ മാട്ടെ. എനിക്കറിയാം. വേലായുധന് ഞങ്ങളോട് കോപം തോന്നുന്നു. എതുക്ക്? സോറി, എന്തിന്? കളവ് പറഞ്ഞതിന്. കളവ് പറഞ്ഞിട്ടില്ലല്ലോ, തമിഴ് സംസാരിച്ചു എന്നല്ലേ ഉള്ളൂ. മലയാളികളല്ല എന്ന് നിങ്ങൾ ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല. അഥവാ നീ പറഞ്ഞെങ്കിൽ തന്നെ സ്വന്തം നിലനിൽപ്പിന് വേണ്ടി അല്ലറ ചില്ലറ കളവൊക്കെ പറയാത്ത ആരാ ഉള്ളൂന്നേ. എന്നെ ആനന്ദവല്ലി കൊടുത്തു വെച്ചവ. ഉന്നെപ്പോലെ നല്ലൊരു പുരുഷനെ വേറെ എങ്ക കിടക്കും? അന്ത ബാഗ് അണ്ണയ്ക്ക് തരുന്ന കള്ളനോട് എനിക്ക് നന്ദിയുണ്ട്. അന്നാ ബാഗ് സത്യം പറഞ്ഞ അച്ഛൻ ഞാൻ പോതും. നീ എന്നെ അച്ഛാന്ന് വിളിച്ചില്ലേ, അത് പോതും. കണ്ണാ, ഒരു വാട്ടി എന്നെ അമ്മാണ് കൂപ്പിട്. സത്യം പറഞ്ഞ ആ ബാഗ് ഞാൻ വേണ്ട, നീ അതിലിടപെടണ്ട. ആ ബാഗ് തേടിയവൻ ആരായാലും ശരി, അവനെ പിടിക്കാൻ പോലീസ് കൊടുക്കും. എന്നിട്ട് ആ ഇൻസ്പെക്ടർ അഴകപ്പന് ഞാൻ 5 മാസത്തെ ഷേവ് ഫ്രീ ആയിട്ട് ചെയ്തു. അയാൾ അവനെ ഇടിച്ച് പപ്പടമാക്കിയോട്ടെ, ഞാനായിട്ടൊന്നും പണ വേണ്ട. അതെ, ഇങ്കവാ. എനിക്ക് ആകെ ഇവളെ ഉള്ളൂ. ഇവളെ ഉൻകൈയിലല്ലാമേ ഞാൻ വേറെ ആരെ ഏൽപ്പിക്കാൻ? ഏൻ കൺകളങ്ങീങ്ക? இந்த കല്യാണം കാണാൻ വേലായുധന്റെ അച്ഛൻ ധർമ്മലിംഗവും അമ്മ ശിവകാമിയും ഇല്ലാതെ പോയല്ലോ എന്നാ. നങ്ങേലി, ഞാനൊരു ദുഷ്ടനല്ലേ? എന്നാരാ പറഞ്ഞേ? എനിക്കങ്ങനെ ഇതുവരെ തോന്നിയിട്ടില്ലല്ലോ. ആരെങ്ങനെ പെരുമാറിയാലും അതിനൊക്കെ എന്തെങ്കിലും കാരണമില്ലാതിരിക്കുവോ? അത് നേരാ നീ പറഞ്ഞത്. ദൈവം തമ്പുരാന്റെ മുന്നിലായാൽ പോലും തോറ്റു കൊടുക്കാൻ ശങ്കരൻകുട്ടിമേനാവില്ല. അമ്മിണിയെ നല്ലൊരുത്തിന് വിവാഹം കഴിച്ചു കൊടുക്കണം. എനിക്കത് ചെയ്തേ പറ്റൂ. അടുത്ത ആഴ്ച ഞാനൊരു സ്ഥലം വരെ പോവാ. അവൾക്ക് നല്ലൊരു ആലോചന വന്നിട്ടുണ്ട്. നീ പേടിക്കണ്ട, പഴയതുപോലെ ഇത് കലങ്ങാനൊന്നും പോണില്ല. ഇതിനിടത്തട്ടുകാരോ ബ്രോക്കർമാരോ ഇല്ല. ഒരാളെ ഇതിന്റെ മുമ്പിലുള്ളൂ, കളരിക്കൽ കിഴുക്കാന്തൊടിയിൽ ശങ്കരൻകുട്ടി മേനോൻ. ശങ്കരൻകുട്ടി മേനോൻ എപ്പോഴെങ്കിലും തോറ്റിട്ടുണ്ടോ? ഇല്ല. അതൊന്നും മുഖത്ത് നോക്കി പറഞ്ഞേ. ഇല്ല. ആ, അതാ പറഞ്ഞത്. ഇത് നടക്കും. എന്നിട്ടൊരു 5 കൊല്ലം കഴിയട്ടെ. അച്ഛൻ ചെയ്തു തന്ന ഉപകാരത്തിന് അന്ന് എന്റെ മോളെ എന്നോട് നന്ദി പറയും. നീയും. അങ്ങനെ ഒരു ആലോചന ഉണ്ടെങ്കിൽ അത് നടക്കും, തീർച്ച. അമ്മിണിയും വേലായുധൻകുട്ടിയും തമ്മിലുള്ള ബന്ധം എനിക്കറിയുന്നത് പോലെ ലോകത്ത് ആർക്കും അറിയില്ല. ഇതിനൊരു തീരുമാനം ഇന്ന് തന്നെ എടുക്കണം. തീരുമാനം എടുത്തു കഴിഞ്ഞു. നാളെ കാലത്ത് 6 മണിക്ക് പഴനിക്കൊരു ബസ് ഉണ്ട്. അതിന് 2 ടിക്കറ്റും ബുക്ക് ചെയ്തിട്ടുണ്ട്. ഒന്ന് അമ്മിണിക്കുട്ടിക്കും ഒന്ന് കുഞ്ഞിക്കാതർ. ടിക്കറ്റ് പാര് പോയാലും കിട്ടും. പക്ഷേ അമ്മിണിക്കുട്ടിയെ വിളിച്ചിറക്കിക്കൊണ്ട് ഒരു മാർഗം നമ്മൾ കണ്ടുപിടിക്കണല്ലോ. കണ്ടു കഴിഞ്ഞു പോലെ. ചെകുത്താന്റെ ബുദ്ധിയല്ലേ പടച്ചോ ഞമ്മക്ക് തന്നത്. അതാ നോക്കി വരും. അല്ല, ഇതാര് വാസുവോ? എന്താത്ര സംശയം? ഇപ്പോഴാണ് മീശയില്ല വാസു മീശയുള്ള വാസു ആയത്. ഓ കാല് മാറി.
തലയിൽ വെളിച്ചം കയറാൻ ഇത്ര സമയം വേണ്ടി വന്നു. എന്നോടൊന്നും തോന്നരുത്. ഈ കണക്കിന് ആ ശങ്കരൻകുട്ടിയുടെ തലയിൽ ഇത്തിരി വെളിച്ചം കയറ്റി കൂടെ? അതെ, അതോടെ ഈ പ്രശ്നം തീരല്ലോ. അത് നടക്കുമെന്ന് തോന്നില്ല. അതൊരു പ്രത്യേകതരം തലയാണ്. അപ്പോഴേ കാർ റെഡി. അപ്പൊ കാർ എടുത്ത് നമ്മൾ മേനോന്റെ വീട്ടിലേക്ക് ചെല്ലുന്നു. ആ സമയം വാസു അമ്മിണിക്കുട്ടിയെ പുറത്തിറക്കും. അതെ, അമ്മിണിയെ കാർ കയറ്റി കുറച്ച് തള്ളിക്കൊണ്ടുപോയ ശേഷം വേണം കാർ സ്റ്റാർട്ട് ചെയ്യാൻ. അല്ലെങ്കിൽ മേനോൻ ശബ്ദം കേൾക്കും. കറക്റ്റ്. 6 മണിയുടെ ബസ്സിന് കുഞ്ഞിക്കാതറും അമ്മണിയും പഴനിയിലേക്ക് പുറപ്പെട്ടതിന് ശേഷമേ നങ്ങേലമ്മ മേനോനെ ഉണർത്തു. ഇന്നാ മോളെ, മോള് വേഗം പൊയ്ക്കോ. പൊയ്ക്കോ. വേഗം വാ. അവരെന്താ കാണാത്ത? ഒന്ന് ഹോണടിച്ചാലോ? മണ്ടത്തരം കാണിക്കല്ലേ? ഓണടിച്ച മേനോൻ കേൾക്കൂലെന്ന്. വെറുതെ വിവരക്കൂടെ ഓരോന്ന് പറയാണ്ട്. അല്ലെങ്കിൽ ഉല്ലാസയാത്ര പോയിട്ടാണ് ഓണടിച്ച് വിളിക്കാൻ. വരണുണ്ട്. എല്ലാരും കൂടെ കൂടി കയറി മീതിക്ക് വരെ കുത്തിരുന്ന വണ്ടി ഇറങ്ങാതെ ശങ്കരോട്ട് വന്നു. ശരിയാണ്. ഇറങ്ങ് വേഗം. നല്ല കാര്യത്തിലല്ലേ ഇന്ന് ഞാൻ ഓടിക്കാം. ഇതുപോലെ വീസ പൈനിക്ക് വാസു. അമ്മിനെ രക്ഷിച്ചേക്കാളേറെ എനിക്ക് സന്തോഷം ഈ കള്ളക്കഴിവര് നമ്മുടെ ഭാഗത്ത് ചേർന്നതാ. കൊച്ചു കള്ള. ഈ പരാതിയും വെച്ച് ഞാൻ കേസ് രജിസ്റ്റർ ചെയ്താൽ സംഗതി തലതിരിയും. അമ്മിണിക്കുട്ടിയെ തട്ടിക്കൊണ്ടുപോയെന്നല്ലേ പരാതി? അല്ലാതെ പിന്നെ പാതിരാത്രിക്ക് അവരെന്റെ വീട്ടിൽ കയറി വന്ന് വിരുന്നുണ്ണാനാ? തട്ടിക്കൊണ്ടുപോയില്ലെന്ന് അമ്മിണിക്കുട്ടി പറഞ്ഞാൽ താൻ ഒന്ന് ലോക്കപ്പിൽ കിടക്കുവോ? അങ്ങനെ ഒരു വകുപ്പുണ്ടോ? ഉണ്ട്. കോടതി പോയാ താൻ പറയുന്നില്ല അമ്മിണിക്കുട്ടി പറയുമെന്ന് തനിക്ക് ഉറപ്പുണ്ടോ? തന്തയാണെങ്കിൽ പോലും അങ്ങനെ അങ്ങോട്ട് ഉറപ്പിക്കാൻ പറ്റില്ല സാറേ. എന്നാ പിന്നെ പോകുന്നതാ നല്ലത്. ഈ കേസ് നിൽക്കില്ല. എന്നാലും അവരെ ഒന്ന് പേടിപ്പിച്ചിട്ടേ വിടാവൂ. എൻ്റെ ഒരു അപേക്ഷയാണ്. നീയും എന്നെ ചതിച്ചു അല്ലേടാ? മന്ത്രങ്ങളൊന്നും മറന്നുപോയിട്ടില്ലല്ലോ അല്ലേ? ഇനി ആരെയാണാവോ അവിടെ നിന്ന് തുള്ളിക്കാൻ പോണേ? അളിയോ, എന്നെ തോൽപ്പിച്ചു കളയാമെന്നൊരു മോഹം മനസ്സിലുണ്ടെങ്കിലേ അതങ്ങോട്ട് മാറ്റി വെച്ചേക്ക്. ദൈവം ഇപ്പോഴും എന്റെ കൂടെ തന്നെയാ. സാരമില്ല മോളെ, നിന്റെ കുട്ടിയേടന്റെ അടുത്തെത്താൻ ദൈവം നിനക്ക് തരുന്ന മറ്റൊരു നല്ല വഴിയായിരിക്കും. എന്റെ മോള് സമാധാനപ്പെടും. എനിക്കിനി കുട്ടിയേടന് ഒരിക്കലും കിട്ടില്ലമ്മ. കുട്ടിയേടന് എന്നെ വിട്ടു പോവും. എന്നെ എല്ലാവരും ഒറ്റക്കാക്കിട്ട് പോവും.